ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ടൂറാണ്. സൗദിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ നേഴ്സുമാർക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണെന്ന് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണെങ്കിൽ അതെന്തായാലും ഒരു ഏകദേശം തട്ടിക്കൂട്ട് സംഭവങ്ങളായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ ഹൗസിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ് ഫുഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ സൗകര്യങ്ങളാണ് ഞങ്ങളുടെ ഹൗസിങ്ങിലുള്ളത്, അതൊക്കെ കാണിക്കുന്നുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും, കാരണം ഞങ്ങളുടെ ഹൗസിങ്ങും എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ ഹോസ്റ്റൽ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഗേറ്റ്. ഈ ഗേറ്റിന്റെ ഇപ്പുറത്തുള്ള എല്ലാ ബിൽഡിങ്സും ഞങ്ങൾ നഴ്സുമാർക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഹൗസിംഗ് ആണ്. ഇതിന് ഓൾഡ് ഹൗസിംഗ് എന്നാണ് പറയുന്നത്. ഈ ഓൾഡ് ഹൗസിംഗ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടും നഴ്സുമാർ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റലാണ് ഇത്. അതുകൊണ്ട് ഇതിന് ഓൾഡ് ഹൗസിംഗ് എന്നാണ് പറയുന്നത്. എല്ലാം കാണാൻ ഭയങ്കര രസമാണ്, എല്ലാം ഒരേ നിറത്തിലുള്ളത്. അല്ല, എനിക്കൊരു ഡൗട്ട്, ഇതെല്ലാം എന്തിനാ ഈ കളറിൽ വെച്ചേക്കുന്നത്? വേറെന്തെങ്കിലും പല പല കളറിൽ വെച്ചെങ്കിൽ സൂപ്പർ ആയിരിക്കില്ലേ? പക്ഷെ എന്തോ എല്ലാം ഈ കളറിലാണ്. ഈ വഴി നടന്നു പോകുമ്പോഴാണ് ഞങ്ങളുടെ റൂമിലെത്തി. അപ്പോൾ ഈ കഥ തുറക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഞങ്ങളുടെ വലിയ ഹോളാണ്. അതിന്റെ സൈഡിലായിട്ടൊരു ഷൂ റാക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ റാക്ക് ഇപ്പം ഈ ബലൂണൊക്കെ വിചാരിക്കും ഇതിവിടെ നേരത്തെ ഉള്ളതാണോ, ഇത് ഇന്നലെ ഒരു പാർട്ടി കഴിഞ്ഞതിന്റെ ബഹളമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിരിക്കാനും വർത്താനം പറയാനും ഒക്കെ ഒരു സോഫ ഒക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു ടേബിൾ വെച്ചിട്ടുണ്ട്. ഈ കബോർഡ്സ് ഒക്കെ ഞങ്ങൾക്ക് ഓരോ സാധനങ്ങൾ വെക്കാനായിട്ട് അവർ തന്നേക്കുന്നതാണ്. പിന്നെ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, ഒരു ഓവൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഡൈനിങ് ടേബിളും ഈ സൈഡിലായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ റൂമിൽ 6 പേരാണ് നോർമലി താമസിക്കുന്നത്. സോ ഞങ്ങൾക്ക് 6 ചെയർ ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഈ കിച്ചണിനകത്തും ഒരു ഫ്രിഡ്ജ് അവൈലബിൾ ആണ്. പിന്നെ ഒരു വാഷ് ബേസിൻ അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് സ്റ്റവ് ഇവിടത്തെ. പിന്നെ ഒരു മിക്സി ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ വെക്കാൻ, ഞങ്ങളുടെ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഓരോ റാക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിളും അലമാര പോലത്തെ ഒരു ടേബിൾ ഉണ്ട് ഇവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും ആണ് ഞങ്ങളുടെ റൂം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫ്ലാറ്റിൽ 4 റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 4 റൂമും 2 ബാത്റൂമാണ് ഉള്ളത്. ഇത് നടുക്ക് കാണുന്നത് സ്റ്റോർ റൂമാണ്. പിന്നെ ബാത്റൂം ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. ഞങ്ങൾക്ക് വാഷ് ബേസിൻ ആയാലും ഷവർ ആണെങ്കിലും എല്ലാം ഉണ്ട്. പിന്നെ ഇതാണ് ഞങ്ങൾ കിടക്കുന്ന റൂം. ഇത് എൻ്റെ ബെഡ്. ഈ കാണുന്നത് എൻ്റെ ഫ്രണ്ട് സുജിയുടെ ബെഡാണ്. അപ്പോൾ ഈ ഒരു റൂമിൽ തന്നെ 2 പേരാണ് കിടക്കുന്നത്. ആ 2 പേർക്കും 2 കബോർഡ് ഉണ്ട്, ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. ഇതാണ് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ അവർ തന്നെ ഞങ്ങൾക്ക് മെത്തയും തലകണയും ഒക്കെ തരും. പിന്നെ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ തന്നെയാണ് വാങ്ങുന്നത്. ഇത്രയും സൗകര്യങ്ങളാണ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം, നമുക്കെന്ന് പറഞ്ഞ ഒരു തട്ടിക്കൂട്ടായിട്ടുള്ള ഒരു ഹൗസിങ്ങും കാര്യങ്ങളും ഒന്നുമല്ല, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഹൗസിംഗ് ആണ് ഞങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.